ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ പോലീസിന്റെ തെട്ടൂരം. ക്ഷേത്രത്തിൽ ദേശഭക്തിഗാനമായ ഗണഗീതം പാടിയാൽ കേസെടുക്കുമെന്ന് പോലീസിന്റെ മുന്നറിയിപ്പ്. കൊല്ലം പനയം കോവിൽമുക്ക് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് ഭരണസമിതിക്ക് അഞ്ചാലുമൂട് പോലീസ് വിചിത്രമായ നോട്ടീസ് നൽകിയത്. വിശദാംശങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, CPMന്റെ നിർദ്ദേശം അത് തിട്ടൂരമായി SI നൽകുകയാണോ? എത്രത്തോളം പ്രതിഷേധം ശക്തമായി കഴിഞ്ഞു? KP അങ്ങനെ തന്നെ പറയണം. അതായത് ഈ പനയത്തുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ 3 ദിവസത്തെ ഉത്സവം നടക്കുന്നത്. ഇന്ന് സമാപന ദിവസമാണ്. ഇതുമായി ബന്ധപ്പെട്ടുന്ന ഒരു ഗാനമേള സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സ്വകാര്യ ക്ഷേത്രത്തിൽ ഗണഗീതം, അതായത് ദേശഭക്തി ഗാനമായിട്ടുള്ള ഗണഗീതം പാടരുത് എന്നുള്ള ഒരു വിചിത്രമായിട്ടുള്ള ഉത്തരവ് തന്നെയാണ് പോലീസ് ഈ ഭരണസമിതിക്ക് നൽകിയത്. ദേവസ്വം ബോർഡിന്റെ പരിധിയിലുള്ള ക്ഷേത്രമല്ല, സ്വകാര്യ ക്ഷേത്രമാണ്. അവിടെയുള്ള നാട്ടുകാരൊക്കെ ചേർന്ന് നടത്തുന്നതാണ് ഈ ഉത്സവം. എന്നാൽ അതിലേക്കാണ് ഇത്തരത്തിൽ പോലീസ് ഒരു നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്തായാലും ക്ഷേത്ര ഭരണസമിതിയെ സംബന്ധിച്ചും ഭക്തരെ സംബന്ധിച്ചും വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്ന് ഈ സമയത്ത് അവിടെ ഈ ഗാനമേള നടക്കുകയാണ്. എന്തായാലും ദേശഭക്തി ഗാനമായിട്ടുള്ള ഗണഗീതം ആലപിക്കുമെന്നുള്ള നിലപാടിൽ തന്നെയാണ് അവിടെയുള്ള ഭരണസമിതി. ഈ സമയത്തും അവിടെ പോലീസ് എത്തിയിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് SIമാർ ഉൾപ്പെടെ എത്തി നിർദ്ദേശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തുടർ നടപടി ഉണ്ടാവുമെങ്കിൽ വലിയ പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോവുക. വിവിധ ഹൈന്ദവ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. കാരണം പോലീസിന് ഇക്കാര്യത്തിൽ ഇടപെടേണ്ട യാതൊരു കാര്യവുമില്ല. ഈ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള ഭരണസമിതിയാണ് അവിടെ എന്ത് പരിപാടി നടത്തണമെന്നുള്ളത് തീരുമാനിക്കേണ്ടത്. എന്നാൽ ഇത്തരത്തിൽ ഗണഗീതമോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ആവിഷ്കാരങ്ങളോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞാണ് ഈ നോട്ടീസ് ക്ഷേത്രത്തിൽ നൽകിയിട്ടുള്ളത്. ഇത് ലംഘിച്ചു കഴിഞ്ഞാൽ കേസെടുക്കുമെന്നുള്ള ഭീഷണി കൂടെയുണ്ട്. എന്തായാലും ഈ ഭീഷണിക്ക് വഴങ്ങുന്നതല്ല എന്നുള്ള കാര്യം ഭരണസമിതി ഉൾപ്പെടെ അറിയിച്ചിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഗാനമേള നടക്കുന്നുണ്ട്. ഈ ഗാനമേളയുമായി ബന്ധപ്പെട്ട് ഈ ഗണഗീതം ആലപിക്കുമെങ്കിൽ കേസെടുക്കുമെന്നുള്ളതാണ് ഈ പോലീസിന്റെ ഭീഷണി. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള നിലപാടിൽ തന്നെയാണ് ഭക്തജനങ്ങളും. ശരി, കൊല്ലത്ത് നിന്നും മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.